വൈദ്യുതി സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്നാണ് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം അടച്ചത്. ഇത് വൻ യാത്രാ പ്രതിസന്ധിയിലേക്കാണ് ലണ്ടനെ തള്ളിയിട്ടിരിക്കുന്നത്. 1300ഓളം വിമാനങ്ങളെയാണ് പ്രതിസന്ധി ബാധിച്ചത്. മണിക്കൂറുകൾക്കകം എയർപോർട്ട് വീണ്ടും സർവീസുകൾ തുടങ്ങുകയും ചെയ്തു. സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം വൈദ്യുതി വിതരണ ശൃംഖല തകരാറിലാക്കിയതാണ് വിമാനത്താവളം അടച്ചിടാൻ കാരണം. സമീപത്തെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലാണ് തീപിടുത്തമുണ്ടായത്. ഇത് 2 ലക്ഷത്തിലധികം യാത്രക്കാരെ ബാധിച്ചു. ബ്രിട്ടീഷ് എയർവേസ്, ക്വാണ്ടാസ്, യുണൈറ്റഡ് എയർലൈൻസ്, എയർ ഇന്ത്യ എന്നിവയുൾപ്പെടെയുള്ള വിമാന കമ്പനികൾ വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഫ്രാങ്ക്ഫർട്ട്, പാരീസ്, മാഡ്രിഡ് പോലുള്ള പ്രധാന കേന്ദ്രങ്ങൾ വഴിയാണ് വിമാനങ്ങൾ തിരിച്ചുവിട്ടത്. പടിഞ്ഞാറൻ ലണ്ടനിലെ ഹെയ്സിലുള്ള ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് വൈദ്യുതി തടസ്സമുണ്ടാക്കിയത്. ഇതേ തുടർന്ന് യുകെയിലെ ഏറ്റവും തിരക്കേറിയ ഹീത്രൂ വിമാനത്താവളം അടച്ചുപൂട്ടുകയായിരുന്നു. അതേസമയം തീപിടുത്തത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ല. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചാലുടൻ വിമാനത്താവളം തുറക്കും. തീപിടുത്തത്തെ തുടർന്ന് 6000-ലേറെ വീടുകളിൽ വൈദ്യുതി വിതരണം മുടങ്ങി. ഹീത്രൂ വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം കുതിപ്പുണ്ടായിരുന്നു. യാത്രക്കാരുടെ എണ്ണത്തിൽ 29% കുതിപ്പ്. ഹീത്രൂ വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ തന്നെ 3ാമത്തെ ഉയർന്ന നിരക്കാരായ 79 കോടിയിൽ വരുമാനമെത്തിയിരുന്നു. റീറ്റെയിൽ വിഭാഗത്തിൽ 24.8% വരുമാന വർധന. മാത്രമല്ല, ഗാറ്റ്വിക്, മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങളിലും തിരക്കേറിയതോടെ കൂടുതൽ വിമാനങ്ങൾ അവിടങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കഴിയാതെയായി. തുടർന്ന് മറ്റു യൂറോപ്യൻ നഗരങ്ങളിലേക്ക് വിമാനങ്ങൾ തിരിച്ചുവിടാൻ ആരംഭിച്ചു. അവിടെയും സമാനമായ രീതിയിൽ തിരക്കായതോടെയാണ് പല വിമാനങ്ങൾക്കും യാത്ര ആരംഭിച്ച ഇടങ്ങളിലേക്ക് തിരികെ പറക്കേണ്ടി വന്നത്. ബ്രിട്ടന്റെ സമ്പദ്ഘടനയ്ക്കും പ്രതിച്ഛായയ്ക്കുമേറ്റ ഒരു തിരിച്ചടിയായാണ് ഈ അപകടത്തെ വിലയിരുത്തുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ഹീത്രൂവിലെ ഹോട്ടലുകൾ ഈ അപകടം ശരിക്കും മുതലാക്കിയെന്ന് തന്നെ പറയാം. അപകടത്തെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ താമസിക്കാനെത്തിയ യാത്രക്കാരിൽ നിന്നും വൻ തുകകളാണ് വാടകയായി ഇവർ ഈടാക്കിയത്. 946 പൗണ്ട് വരെ വാടക നൽകേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ജനങ്ങളുടെ ദുരിതത്തെ പണം വാരാനുള്ള അവസരമായി കണ്ട ഹോട്ടലുകൾക്ക് നേരെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. 2 പേർക്കുള്ള ഒരു സാധാരണ മുറിക്ക് കഴിഞ്ഞ ദിവസം ഒരു രാത്രിക്ക് മാത്രം ഹീത്രൂവിലെ ഒരു ഹോട്ടൽ ഈടാക്കിയത് 1000 പൗണ്ട് ആണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. Booking.com നോർത്ത് അവന്യൂ ഗസ്റ്റ് ഹൌസിന് 1000 പൗണ്ട് കാണിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ വെള്ളിയാഴ്ചകളിൽ ഇതേ മുറിക്ക് അവർ ഈടാക്കുന്നത് 54 പൗണ്ടാണെന്ന് ഓർക്കണം. അതായത് ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ അത് മുതലാക്കാൻ വാടക വർദ്ധിപ്പിച്ചത് 1850%. സമാനമായ രീതിയിൽ സാധാരണ 132 പൗണ്ട് വാടകയുള്ള റാഡിസൺ റെഡ് ലണ്ടൻ ഹീത്രോ കഴിഞ്ഞ ദിവസം ഈടാക്കിയത് 555 പൗണ്ട് ആയിരുന്നു. 89 പൗണ്ട് വാടക ഈടാക്കാറുള്ള മുറിക്ക് ഹോളിഡേ ഇൻ ലണ്ടൻ ഈടാക്കിയത് 569 പൗണ്ടും. അമിത ചാർജ് ഈടാക്കിയിട്ടും വേറെ നിവൃത്തിയില്ലാത്തതിനാൽ നിസ്സഹായരായ യാത്രക്കാർക്ക് ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വന്നു. പല യാത്രക്കാരും ഹോട്ടലുകളിൽ മുറി ലഭിക്കാതെ നിരത്തുകളിൽ കിടന്നുറങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹീത്രൂ വിമാനത്താവളം ലണ്ടൻ വിമാനത്താവളമെന്നും അറിയപ്പെട്ടിരുന്നു. യുകെയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ ലണ്ടന് സേവനം നൽകുന്ന വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. ലണ്ടനിലെ 6 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏറ്റവും വലുതാണിത്. ഹീത്രൂ എയർപോർട്ട് ഹോൾഡിംഗ്സ് ആണ് വിമാനത്താവള നടത്തിപ്പുകാർ. 2024-ൽ ഹീത്രൂ യൂറോപ്പിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായിരുന്നു. യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ 4ാമത്തെ തിരക്കേറിയ വിമാനത്താവളമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര കണക്ഷനുകളുള്ള വിമാനത്താവളം അപ്രതീക്ഷിതമായി അടയ്ക്കേണ്ടി വന്നത് നിരവധി അന്താരാഷ്ട്ര ഫ്ലൈറ്റ് സർവീസുകളെ ബാധിച്ചു. 1930-ൽ ഒരു ചെറിയ വിമാനത്താവളമായിട്ടാണ് ഹീത്രൂ സ്ഥാപിച്ചത്. പിന്നീട് കാലക്രമേണ വികസിപ്പിക്കുകയായിരുന്നു.